മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം ഒത്തുതീർപ്പിലേക്ക്. ഭാര്യ ബിന്ദു മേനോനോട് കെ ബി ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞതോടെയാണ് വിവാദത്തിലെ വഴിത്തിരിവ്. ഗണേഷ് കുമാറിനെതിരെ പോലീസിൽ പരാതി നൽകില്ലെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനില്ലെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ബിന്ദു മേനോനെ കെ ബി ഗണേഷ് കുമാർ വിളിച്ചത്. വിവാദങ്ങൾക്കിടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ധാർമ്മികതയുടെ വിഷയമാണെന്നും ഒത്തുതീർപ്പെന്ന് പറഞ്ഞ് ഒഴിയാനാകില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇതങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ സെറ്റിൽമെന്റ് ആണോ CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നത്? അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തുവാകാം. ഇതിനു മുമ്പും ഗണേഷ് കുമാറിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അത് UDF-ന്റെ കാലത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ വെടക്കാക്കി അവർ തനിക്കാക്കി. ഇപ്പോൾ ആ സ്വഭാവവും ആ പരാതിയും ആവർത്തിക്കുകയാണ്. അതിനെ മാപ്പാക്കി അവർക്കാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെയും പാർട്ടിയുടെയും CPM പാർട്ടിയുടെയും വഞ്ചനയാണ്, ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. ഇരട്ടത്താപ്പിന് അപ്പുറത്തുള്ള ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. അദ്ദേഹം രാജിവെക്കണം. രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ ഒരു മന്ത്രിയല്ലേ, ഞങ്ങൾക്ക് ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറുടെ ഓഫീസിലേക്ക് UDF-ന്റെ പ്രതിഷേധ മാർച്ച് നടന്നു. ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഗണേഷ് കുമാറുമായി പ്രശ്നങ്ങളൊന്നുമില്ല, പരാതിപ്പെടാൻ പോകുന്നില്ല, നിയമ നടപടികൾക്കുമില്ല, ഇരുവരും വിളിച്ച് പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ തുടങ്ങിയ രാഷ്ട്രീയ വിവാദം അവസാനിച്ചു. ഇന്നലെ ഈ കാര്യങ്ങളിൽ ഗണേഷിനെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ടായി. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ കെ ബി ഗണേഷ് കുമാർ പങ്കെടുക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഗോപികൃഷ്ണൻ, കെ ബി ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിലുണ്ടായ ഭാര്യയുമായി ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ഏതാണ്ട് പരിഹാരമായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ഭാര്യ ബിന്ദു മേനോനോട് ഇന്നലെ രാത്രി ഖേദപ്രകടനം നടത്തുകയും ഒരു പത്തനാപുരത്തേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തിന് രമ്യമായ പരിഹാരമായി എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരു ഉടനടി നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ കുടുംബ പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ പരസ്യമായി ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു മന്ത്രിയെ കാണരുതാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കണ്ടു എന്നുള്ളതാണ്. അതൊരു കുടുംബ പ്രശ്നമായി മാറ്റി നിർത്തിയാൽ തന്നെ അവിടെ മറ്റ് പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ പറയാനായി മന്ത്രിപത്നി വിളിച്ചു വരുത്തിയപ്പോൾ ആ പോലീസ് സുത്യർഹമായ രീതിയിൽ അല്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്തപൂർണ്ണമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. മറ്റൊന്ന്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ ചിലർ ഈ ഭാര്യ ബിന്ദു മേനോന്റെ ഫോൺ പിടിച്ചു വാങ്ങാനും അവരെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു എന്ന ആക്ഷേപങ്ങളും പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ആരോപണങ്ങളും നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ പര്യാപ്തമായ പ്രശ്നങ്ങളാണെന്നിരിക്കെ കുടുംബ പ്രശ്നം പരിഹരിച്ചാലും ഈ ചോദ്യങ്ങൾ നിലനിൽക്കും എന്നതാണ് പ്രതിപക്ഷമടക്കമുള്ള കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ രാജി അത് കേവലം പരാതിയുണ്ടോ ഇല്ലയോ എന്നുള്ള സാങ്കേതിക അർത്ഥത്തിലല്ല, മറിച്ച് ഒരു മന്ത്രി, ഒരു പൊതുപ്രവർത്തകൻ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. അത്തരമൊരു ആവശ്യത്തിനോട് നേരത്തെ അനുകൂലമായി പ്രതികരിച്ച ചരിത്രം LDF-നുണ്ട്. 2013 സമാനമായ ആക്ഷേപം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ഗണേഷ് കുമാറിൻ്റെ രാജി ആവശ്യപ്പെട്ട നേതാക്കളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ കാലം മാറുമ്പോൾ മാറ്റാൻ കഴിയില്ല, രാഷ്ട്രീയ നിലപാടുകൾ മാറ്റാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ട്. എങ്കിലും പരാതിയില്ലാത്തിടത്തോളം പോലീസ് നടപടിയും മറ്റുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ധാരണയാണ് സർക്കാരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗണേഷ് കുമാർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി 9:55 മന്ത്രി കെ ബി ഗണേഷ് കുമാർ പോലീസ് അകമ്പടിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം രമ്യമായി പരിഹൃതമായി എന്നൊരു പ്രതീതിയാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും അതിനപ്പുറമുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക്, ധാർമ്മിക ചോദ്യങ്ങൾക്ക് സർക്കാർ എന്ത് ഉത്തരം നൽകുമെന്നതാണ് ഇനി അറിയാനുള്ളത്.
ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത്, ഇനി ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇനി കൂടുതൽ എന്തെങ്കിലും അന്വേഷണത്തിലേക്കോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഗണേശന് മേൽ ഇനി ഏറാനുമുള്ള സാഹചര്യമുണ്ട്? ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, സ്വന്തം ടീമിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ്. ഇത് കൂടുതൽ വഷളാകാനുള്ള സാഹചര്യമുണ്ടോ? ഗോപികൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ടും എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടും എം വിൻസെന്റുമായി ബന്ധപ്പെട്ടുമൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ CPIM-ഉം LDF-ഉം സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF-ഉം സ്വീകരിക്കുന്നത് എന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. അക്കാര്യത്തിൽ കുറച്ച് വസ്തുതയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ പുറത്തു വന്നപ്പോൾ പരാതിയില്ലെങ്കിലും നടപടി വേണമെന്ന് ശക്തമായി വാദിച്ചവരാണ് LDF നേതൃത്വം, മന്ത്രിമാർ, CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ. അതേ നിലപാട് KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതാണ് അല്പം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത്തരമൊരു കുടുംബ പ്രശ്നം ഉന്നയിച്ചു, ഭാര്യ ഗുരുതരമായ പരാതികൾ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചു. അപ്പോഴും ആ പ്രശ്നത്തിൽ ഉടനടി നടപടിയെടുക്കുന്നതിന് പകരം പരാതി പരിഹരിക്കാൻ, അതിന് രമ്യമായ പരിഹാരമുണ്ടാക്കാൻ, അത് സെറ്റിൽ ചെയ്തെടുക്കാനുള്ള സാവകാശവും സമയവും മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന് നൽകി. അതും കുറ്റകരമായ ഒരു നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.